നടക്കത്തില്ല. പേര് നൽകാനുള്ള അജണ്ട പാസ്സായി മനസ്സിലാക്കുന്നത്. അജണ്ട പാസ്സായി. 45ാമത്തെ അജണ്ട എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അതെ അത് മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. തള്ളിക്കളഞ്ഞ് ബാക്കി എല്ലാ അജണ്ടകളും പാസ്സായതായി. ചർച്ചയ്ക്ക് എടുക്കാതെ പാസ്സാക്കുന്നത് കുഴപ്പമൊന്നുമില്ല. 28 പേരുണ്ട്. ഞങ്ങൾ 28 പേരുണ്ട് പാസ്സാക്കാൻ. അവർക്ക് അതിന് തയ്യാർ. ഞാൻ ആവുന്നത് പറഞ്ഞു, മീറ്റിംഗിലിരിക്കൂ, സംസാരിക്കാമെന്നാവുന്നത് പറഞ്ഞു. അവർ കേൾക്കാത്തത് കൊണ്ട് അജണ്ട അവതരിപ്പിക്കുക പോലും ഉണ്ടായിട്ടില്ല. അജണ്ട വായിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, അവരോട് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നില്ലല്ലോ അവര്. അപ്പൊ ഞങ്ങൾ അജണ്ട പാസ്സായതായി പ്രഖ്യാപിച്ചു. വലിയൊരു അതിക്രമോ? മുടി പിടിച്ച് വലിക്കുക, ബാക്കിൽ ചെയറിൽ വന്നിട്ട് ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്തത് ശരിയല്ല. ഭരിക്കുന്ന പാർട്ടി പേരിടേണ്ടത് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു തീരുമാനം തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. നടപടി എടുക്കണം. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുടെ നടപടി എടുക്കണം എന്ന് തന്നെ ഞാൻ പറയുന്നത്. നടപടി എടുക്കാതെ പറ്റില്ല, മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. കാരണം ബാക്കിൽ വന്ന 2 CPM-ന്റെയും മുസ്ലിം ലീഗിന്റെ ആളെ എന്നെ മുടി പിടിച്ച് വലിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇതിന് നടപടി എടുക്കുക തന്നെ വേണം. വലിയൊരു അക്രമം ഈ പ്രശ്നം പരിഹരിക്കാനില്ല. അജണ്ട പാസ്സായതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഒരു പ്രശ്നവുമില്ല. ഹെഡ് ഗവർണറുടെ പേരിൽ തന്നെ ആ സ്ഥാപനം അവിടെ തുടരും. പ്രശ്നം പരിഹരിക്കാനില്ല. ഇതില് ഒരു പ്രശ്നമില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് അവിടെ ആര് പേരിടണമെന്നുള്ളത്. അതൊന്നും കൗൺസിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട്. ഞങ്ങൾ ഭൂരിപക്ഷ കൗൺസിലിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഡോക്ടർ ഹെഗ്ഗേവറുടെ പേര് തന്നെ ഇടും അതിൽ. അതാരാ ഉണ്ടാക്കി? UDF LDF കൂടിയിട്ടല്ലേ ഉണ്ടാക്കിയത്. അത് ജനങ്ങൾ തിരിച്ചറിയട്ടെ. ജനങ്ങൾ തിരിച്ചറിയണം. ഇവിടുത്തെ പാലക്കാടൻ ജനത തിരിച്ചറിയണം ഇത്. കാരണം ഒരു ഡോക്ടർ ഹെഗ്ഗേവറുടെ പേര്, അദ്ദേഹം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് BJP ഭരിക്കുന്ന ഒരു നഗരസഭ പേരിട്ടു എന്നതിന്റെ പേരിൽ ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ജനം തിരിച്ചറിയുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 28 BJP അംഗീകരിച്ചുകൊണ്ട് അജണ്ട പാസ്സായി. വായിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ ചെയർപേഴ്സൺ പറയുന്നത്. ഷെയർ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ആ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് പേര് ഡോക്ടർ ഹെഗ്ഗേവറുടെ പേര് തന്നെ ആയിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല.